പത്തനംതിട്ട ജില്ലയിലും സ്വകാര്യ ബസ് സർവീസ് നാളെ നിർത്തിവയ്ക്കും. പണിമുടക്കുന്നതിനോടൊപ്പം തൊഴിലാളികളും ബസ് ഉടമകളും സംയുക്തമായി കളക്ട്രേറ്റിൽ മാർച്ച് നടത്തും. പ്രിയദർശിനി സൗജന്യയാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർത്തതോടെയാണ് സർവീസ് നിർത്തിവെച്ച് തൊഴിലാളികളും ഉടമകളും പ്രതിഷേധിക്കുന്നത്. KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീ സൗജന്യയാത്ര ദുരന്തത്തിലാക്കിയിരിക്കുന്നത് പ്രൈവറ്റ് ബസ് ഉടമകളെ മാത്രമല്ല ജീവനക്കാരെയുമാണ്. പത്തനംതിട്ട ജില്ലയിലെ ഭൂരിപക്ഷം സ്വകാര്യ ബസ്സുകളും നഷ്ടത്തിലായെന്ന് മേഖലയിലെ സംഘടനകൾ പറയുന്നു. നമ്മുടെ ജില്ലയിൽ 300ഓളം ബസ്സുകളാണ് ഇപ്പോൾ സ്വകാര്യ ബസ്സുകളുള്ളത്. കൊച്ചി ജില്ലയാണ്, പത്തനംതിട്ട കൊച്ചി ജില്ലയാണ്, 5 മണ്ഡലം മാത്രമേ ഉള്ളൂ. അവിടെ 150 ബസ്സുകളാണ് KSRTC ഓർഡിനറി ബസ് ഓടുന്നത്. ഫലത്തിൽ സ്വകാര്യ ബസ്സുകൾ പോകുന്ന എല്ലാ റൂട്ടിലും KSRTC ബസ്സുണ്ട്. ഈ സൗജന്യ യാത്ര കാരണത്താൽ ഒരാളും ഇപ്പം സ്ത്രീകളും കയറുന്നില്ല, പുരുഷന്മാരും കയറുന്നില്ല. സ്ത്രീകളോടൊപ്പം വരുന്ന പുരുഷന്മാരും KSRTC കയറുന്ന അവസ്ഥയുണ്ടായി. ഡ്രൈവർമാർക്ക് ശമ്പളം എന്ന് പറഞ്ഞാൽ നേരത്തെ 1100 രൂപ 200 രൂപ ശമ്പളം കിട്ടിയ ഡ്രൈവർമാർക്ക് നേരെ പകുതി അത് 500 താഴെ കുറയുന്ന അവസ്ഥയുണ്ടായി. സമരത്തിൽ ബസ് ജീവനക്കാർക്കൊപ്പം ഉടമകളും പങ്കെടുക്കും. മുഴുവൻ ബസ് ജീവനക്കാരും മുഴുവൻ ബസ് ഓണേഴ്സും സംയുക്തമായിട്ടൊരു സമരം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സൗജന്യ യാത്ര സർക്കാർ പ്രഖ്യാപിച്ച നയപരമായ തീരുമാനമാണ്. നമ്മളതിനെ എതിർക്കുന്നില്ല. പക്ഷേ വളരെ അടിയന്തരമായും ഇതിൻ്റെ പരിഹാരം ഉണ്ടാവണം. ആ പരിഹാരം കാണാൻ കുറേ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജൂലൈ 20 മുതൽ 25 വരെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ധർണ നടത്തും. ഇതിനു മുന്നോടിയായാണ് പത്തനംതിട്ട ഉൾപ്പെടെയുള്ള 3 ജില്ലകളിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.